ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. OTT റിലീസുകളാണ്. ഇന്ന് ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ്. അപ്പോൾ അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കാം. ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ എത്തുന്നതായിരിക്കും. ഏതൊക്കെ സിനിമകളും സീരീസുകളും നോക്കാം. ഒന്നാമത്തത് ഒരു സീരീസാണ്, ഒരു കോമഡി ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ദ വൈറ്റ് ലോട്ടസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ സീരീസിന്റെ 3-ാമത്തെ സീസണാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതും ഒരു സീരീസ് തന്നെയാണ്, ഒരു അമേരിക്കൻ ക്രൈം ആക്ഷൻ ത്രില്ലർ ലീഗൽ ഡ്രാമ വിജിലൻസ് സൂപ്പർ ഹീറോ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഡെയർ ഡെവിൾ ബോൺ എഗെയിൻ എന്ന് പറഞ്ഞ സീരീസാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മാർച്ച് മാസം 5-ാം തീയതി 9 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസാണ് ഫസ്റ്റ് സീസൺ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഇന്ന് റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ബേബി ഇൻ ദ ബാസ്ക്കറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ VOD പർച്ചേസ് റെന്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോൺ പ്രൈം സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ആഹാ തമിഴ് വഴി ഒരു തമിഴ് സിനിമ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ട്. ബോട്ടിൽ രാധ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്ത ആഴ്ചയാണ് ഈ ഒരു സിനിമയുടെ റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡേറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ ഒഫീഷ്യലായിട്ട് പുറത്തു വിടുന്നതായിരിക്കും. അടുത്തൊരു ആനിമേഷൻ ലൈവ് ആക്ഷൻ മൂവി ആയിരുന്നു മുഫാസ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്, പർച്ചേസ് ഓപ്ഷനിലാണ്. അതായത് ഡേറ്റ് റിലീസ് ചെയ്തിട്ട് ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ വൈൽഡ് റോബോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ ഫെബ്രുവരി മാസം 18-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് ഒരു തമിഴ് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഓഫീസ് എന്ന് പറഞ്ഞ സീരീസ് ഫെബ്രുവരി മാസം 21-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മാസ് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഡാങ്കു മഹാരാജ് എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ ദിവസം തന്നെ ഈ സിനിമയുടെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ബാലയുടെ മാസ് ആക്ഷൻ മൂവിയാണ്. ഫെബ്രുവരി മാസം 21-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. OTT റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിനിമ മൾട്ടി ഓഡിയോയിൽ, അതായത് പാൻ-ഇന്ത്യൻ ഭാഷകളിൽ റിലീസ് ചെയ്യുമെന്നുള്ളത് പലരും കമന്റ് ബോക്സ് ചോദിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അവർ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളായിട്ടായിരിക്കും ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഇവിടെ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഇത്രയും സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.